തകരയുടെ കേസ് നമുക്ക് അതിനൊരു ജോണർ ബേസ്ഡ് ബാൻഡ് ആവരുത് എന്നൊരിക്കലും വിചാരിക്കുന്ന ഒരാളാണ് എൻ്റെ ഒരു താല്പര്യം. അവനൊരു ബ്രേക്കപ്പിൽ കട്ടൊരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന സ്പേസാണ്. ഞാനതൊരു ചെറിയൊരു ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഒരു ലൈറ്റ് ബ്രേക്കപ്പും കഴിഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ്ലി കണക്ട് ആയി. അപ്പം നമ്മൾ 40 മിനിറ്റ് 10 മിനിറ്റ് ഉണ്ടായി. എന്നെ ഞാൻ ഈ ഒരു ഐഡിയ വേറൊരാൾ ഒരു മ്യൂസീഷ്യൻ എടുത്ത് പറഞ്ഞാൽ അവൻ സ്റ്റുഡിയോ ഒന്ന് പുറത്താക്കി. അതെന്താണ് ഐഡിയ? പണവും പ്രതാപവും നമുക്ക് എന്തിനാ, പുട്ടുണ്ടല്ലോ പുട്ടിൻ പൊടിയുണ്ടല്ലോ, വാ പുട്ടേവാ പുട്ടിൻ്റെ പൊടിയോ. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇൻസ്റ്റന്റ് കണക്ട് ആയി. പൊളിറ്റിക്കലി കറക്റ്റായിട്ട് മാത്രമേ നമ്മൾ എല്ലാം ചെയ്യുള്ളൂ അങ്ങനെ ഇല്ല. നമ്മുടെ പാട്ടുകൾ ഫ്രീ ആയിട്ട് ആൾക്കാർ യൂട്യൂബ് കേട്ടാൽ മതി, നമ്മൾ മറ്റേ കുത്തക കമ്പനികൾക്കൊന്നും നമ്മുടെ പാട്ട് കൊടുക്കില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെ ആയിരുന്നു. ഈ കൊറോണ വന്നിരുന്നപ്പോഴാണ് ദൈവമേ എവിടുന്ന് എന്താണ് അടുത്ത പരിപാടി എന്നുള്ള അറിയാത്തപ്പോഴാണ് ഫാദർ എന്തെങ്കിലും പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. വെച്ചാൽ എടാ അളിയാ അങ്ങനെയല്ല, എടാ പഠിച്ചു കഴിഞ്ഞാൽ അന്നേരം ജോലി കിട്ടുന്ന പോലത്തെ ഒരു ജോലി ഉള്ള സാധനം പഠിപ്പിച്ചു തന്നു. അത് കഴിഞ്ഞ് അത് നിനക്ക് ചെയ്യാൻ താല്പര്യമുള്ള അത് നിന്റെ ചോയ്സാണ്, ഒരു കുഴപ്പമില്ല, അത് നീ എന്നും ചെയ്തോ, പക്ഷെ വീട്ടിലേക്ക് വരണ്ടാതോ. ആറ്റിറ്റ്യൂഡ് നമുക്ക് അത്ര ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ റാപ്പ് ഇപ്പം നോക്കട്ടെ. ഇപ്പം പഴയ അത്ര ഹൈപ്പില്ല. നമ്മൾ സോങ് ചെയ്യുന്നിടത്തോളമാണ് സോങ് ഈസ് യുവേഴ്സ്. വൺസ് ഇറ്റ്സ് ഔട്ട് ഇറ്റ്സ് നോ മോർ യുവേഴ്സ്, ഇറ്റ്സ് പീപ്പിൾസ്. പുട്ട് ജീവിക്കും ഒക്കെ കഴിഞ്ഞ് നമുക്ക് പ്രവാസി എന്ന് പറഞ്ഞൊരു സാധനത്തിൽ നമുക്ക് ചെയ്യണം എന്നുള്ള ഐഡിയ തരുന്നത് AK എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സുഹൃത്താണ്. കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിക്കും മനുഷ്യ, ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിക്കും മനുഷ്യ, നീ ഒറ്റക്കെരിയുന്നൊരു കനലാണോ. 2016 ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഒരു യൂഷ്വൽ പാട്ട് കേൾക്കുന്ന കൂട്ടുകാരെല്ലാം കൂടി ഇരുന്ന് പാട്ട് കേൾക്കുന്ന സെഷനിൽ 2 യുവതികൾ തകര എന്ന ബാൻഡ് ഡിസ്കവർ ചെയ്തു ഇൻ്റർനെറ്റിൽ. അപ്പോൾ 2 പാട്ടുകൾ കേട്ടു. അതിൽ ഒന്ന് പുട്ടുപാട്ടും അതുപോലെ തന്നെ പോടി പെണ്ണെ. പോടി പെണ്ണെ കേട്ടപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു യൂത്ത് ബ്ലഡിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിനകത്ത് എന്നാലും നീ എന്നെ ഇട്ടിട്ട് പോയല്ലോടി, പോടി പെണ്ണെ പോടി പോടി പെണ്ണെ എന്നാണ്. അതിൻ്റെ ആ ഒരു രോഷത്തിൽ ആ 2 പെൺകുട്ടികൾ ഇരുന്നിട്ട് എഴുതി ജെയിംസ് തകരയ്ക്ക്, ഇത് നിങ്ങളിങ്ങനെ പറയുമ്പം എവ്രി സ്റ്റോറി വിൽ ഹാവ് 2 sides, 2 സൈഡ് ഉണ്ടാകും, എങ്ങനെയാണ് പറയുക, ഇട്ടിട്ട് പോകാനും ഉണ്ടാവില്ലേ റീസൺസ് എന്ന്. അതിനുശേഷം കോളേജിൽ ജെയിംസ് തകരയും ബാൻഡും പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ പാട്ടിന് 2 പെർസ്പെക്റ്റീവ് ഉണ്ട് എന്ന് അവർ പറയുകയുണ്ടാവുകയും അതുപോലെ തന്നെ കാണികളോട് പോടി പെണ്ണെ എന്ന് പറയുന്ന സമയത്ത് തിരിച്ച് അവരുടെ വേർഷൻ പാടാനുള്ള ഒരു സ്പേസും കൂടി കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ജെയിംസ് തകരയാണ്. തകര ബാൻഡിൻ്റെ ഓൾ ഇൻ ഓൾ. പാട്ടിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എല്ലാവർക്കും പാടുന്ന രീതിയിലും അതുപോലെ തന്നെ അതിനുള്ളിൽ പാട്ടിൽ പല ലെയേഴ്സ് ഉണ്ടെന്നും ഒരുപാട് രസകരമായിട്ട് കാശുള്ളവൻ ഹമ്മർ വാങ്ങുമ്പോൾ കാശില്ലാത്തവൻ എന്ത് ചെയ്യുമെന്നുള്ള ചിന്ത മുതൽ അങ്ങോട്ടുള്ള എല്ലാവർക്കും വളരെ ഡെമോക്രറ്റൈസ് ചെയ്തിട്ട് പാടാൻ പറ്റുന്ന പോലത്തെ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ജെയിംസ് തകര, അവരുടെ ബാൻഡ് ഇപ്പോൾ ഇനി വരാൻ പോണത് കുരുമുളക് എന്ന് പറഞ്ഞ ഒരു പുതിയ അവരുടെ സോങ് വെച്ചിട്ടാണ്. നമുക്കിന്ന് ജെയിംസ് തകരയെ കേൾക്കാം. ഹായ്. ഹലോ, നമസ്കാരം. അപ്പോൾ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങൾ. നമ്മുടെ ഒരു പുതിയ പാട്ട് ഇറങ്ങുന്നു ഈ വരുന്ന ഏപ്രിൽ 20 ഈസ്റ്റർ ദിവസത്തിൽ. കുരുമുളക് എന്നാണ് പാട്ടിൻ്റെ പേര്. അപ്പം അതിൻ്റെ എന്താ കുരുമുളക് ബ്ലാക്ക് ഗോൾഡ് ആണ്, കുരുമുളക് നമ്മുടെ കുരുമുളകാണ്. അപ്പോൾ എന്താ അതിൻ്റെ സ്റ്റോറി ബിഹൈൻഡ് ദ സോങ്? ആ സോങ്ങിൻ്റെ ഒരു ബേസിക്കലി സെലിബ്രേഷൻ ഓഫ് ദ കളർ ബ്ലാക്ക്. അത് അങ്ങനെ അതിനൊരു രീതിയിൽ കാണാം. പിന്നെ അതിനൊരു ഒരു ഇപ്പോഴത്തെ ഒരു നമ്മളെ ഇപ്പം അതിലെ ലിറിക്ക് തന്നെ ഉണ്ട്. ഇപ്പം ഫെയർനെസ് ക്രീമിന് നടുവിരൽ, കാർവർണ്ണത്തിന് 7 അഴക്, അങ്ങനെ ഒരു ലൈൻ തന്നെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം അതിൽ ഇപ്പോഴത്തെ ഒരു പുതിയ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ വുമണിന് അങ്ങനത്തെ പഴയ ഒരു നമ്മുടെ ഒരു ബ്യൂട്ടി, പഴയ കാലത്തെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള അങ്ങനെ പറയുന്ന കാര്യങ്ങൾ അതിനൊക്കെ മാറി ചിന്തിക്കുന്ന ഒരു യൂത്ത് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യാണ് നമ്മൾ. വി ആർ ട്രൈങ് ടു ആ ഒരു സംഭവത്തിന്. ഇത് ഇങ്ങനൊരു പാട്ട് എഴുതാനുള്ള ട്രിഗർ ഫാക്ടർ എന്തെങ്കിലും ഉണ്ടോ? റീസെന്റ് ഡിസ്കഷൻസോ അങ്ങനെ എന്തെങ്കിലും ആണോ? അതോ ഈ കളർ ഡിസ്ക്രിമിനേഷൻ നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിന് കുറെ കാലം നമ്മൾ 2016 ലൈവ് പ്ലേ മുതൽ ഈ പാട്ട് പ്ലേ ചെയ്യുന്നതാണ്. പിന്നെ അതിങ്ങനെ നമ്മളെ ലൈനപ്പ് ഒക്കെ മാറുന്നു. അപ്പം മ്യൂസിക്കലി മാറി. പിന്നെ അതും ഇങ്ങനെ വിത്ത് ടൈം അതെടുത്ത് ഇപ്പോഴാണ് അത് ഇറങ്ങുന്നത്. അപ്പം നമ്മളെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ 2016 മുതൽ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ മുതൽ ഈ പാട്ട് പാടുന്നുണ്ട്. അപ്പൊ അതിനിങ്ങനെ പല വേർഷൻസ് ആയി. അതിങ്ങനെ നമ്മളും അതിങ്ങനെ
ട്വീക്ക് ചെയ്ത് ഇതിലേക്ക് അങ്ങനെ എത്തിപ്പെട്ടതാണ്. ഇപ്പൊ അതൊരു വീഡിയോ സോങ്ങും കൂടെ ആയിട്ട് അല്ല, വീഡിയോ അല്ല, ഓഡിയോ ആയിട്ട് ഇറങ്ങുന്നുള്ളൂ. വീഡിയോ ബഡ്ജറ്റ് ആൻഡ് അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പം ഓഡിയോ ആയിട്ട് മാത്രമാണ് റിലീസ് ചെയ്യുന്നത്. സോ ഹൗ ഇസ് യു പ്രോസസ് ഓഫ് മേക്കിംഗ് എ സോങ്? എങ്ങനെയാണ് ജെയിംസ് എങ്ങനെയാണ് ഇതിന് ഈ സോങ് പ്രോസസ്സ്? എല്ലാം നമുക്ക് അങ്ങനെ ഇപ്പം ഏകദേശം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് സ്റ്റൈൽ ഓഫ് വർക്കിങ്ങിൽ വർക്ക് ചെയ്യുന്നു വിചാരിക്കുന്നു. ഇപ്പം ചിലപ്പോൾ നമ്മൾ ആദ്യം കമ്പോസ് ചെയ്യും, ആദ്യം ഒരു മ്യൂസിക്കൽ ഗിബ്രിഷ് ആയിരിക്കും പാടുക, എന്നിട്ട് എന്തെങ്കിലും ഒരു ബേസിക്, എന്നിട്ട് അതിലേക്ക് ലിറിക് എഴുതും. പിന്നെ നമ്മൾ ലിറിക് എഴുതിയിട്ട് അത് കമ്പോസ് ചെയ്യും. പിന്നെ ഇത് രണ്ടും ഒരുമിച്ച് നടന്നിട്ടുണ്ട്. അപ്പം ആക്ച്വലി ഡിപ്പെൻസ് അപ്പോൾ ആ ഒരു മൊമെന്റ് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മളിപ്പം ശ്രദ്ധിക്കുന്നത്. പക്ഷേ എല്ലാ സ്റ്റൈലും ആക്ച്വലി നമുക്ക് വർക്ക് ആവുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ബേസിക് മെലഡി ഉണ്ടാക്കി ലിറിക് എഴുതാനാണേലും ലിറിക് എഴുതിയിട്ട് ഇങ്ങോട്ട് കമ്പോസ് ചെയ്യുന്ന പോലെ ആണെങ്കിലും അത് രണ്ടും നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. തകര ബാൻഡിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ തകര ബാൻഡിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നതിനകത്ത് ഭയങ്കര രസമാണ്. ഈ പറഞ്ഞ യുവർ വോയിസ് ഇറ്റ് സെൽഫ് ഇസ് എ വെരി ഡിഫറെൻറ്റ് വോയിസ് വെൻ വി ലുക്ക് അറ്റ് ഇറ്റ്. പ്ലസ് the way the instruments are being played, your lyrics are different. All these things have ഒരു connect with the with anybody could sing it to, anybody could relate it to എന്നുള്ളതുപോലെ. അപ്പോൾ എനിക്ക് ഹൗ ഡിഡ് യു സ്റ്റാർട്ട് ഓഫ് ദിസ് പ്രോസസ്? ലൈക്ക് യു ഭയങ്കര കോൺഷ്യസ് ആയിട്ട് എടുത്തൊന്നുമല്ല. അപ്പം ഞാനും ഇപ്പം മ്യൂസിക് എൻ്റെ ആദ്യത്തെ പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സ്റ്റുഡിയോയിൽ കയറുന്നത്. അപ്പം അങ്ങനെ ഒരു സ്പേസിൽ ഇപ്പം നമ്മളങ്ങനെ കോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ ഒരു പാട്ട് എഴുതണം എന്നൊന്നല്ല. നേരത്തെ നമുക്ക് കണക്ട് ആയിരുന്നു. നമുക്ക് അങ്ങനെ മറ്റേ കാവ്യാത്മകമായൊന്നും എഴുതാൻ അറിയത്തില്ല. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യത്തിനോട് നമ്മൾ 100% ഹോണസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാന്നുള്ളൊരു സാധനം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ആദ്യം എങ്ങനെയാ പാട്ട് എഴുതിയേ? എന്തുകൊണ്ടാ പാട്ട് എഴുതിയേ? പാട്ട് പോടി പെണ്ണയാണ് ഉണ്ടാവുന്നത്. അപ്പം അതും ഒരു രസമുള്ള സംഭവം. ഈ റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ് മാജിക് ക്യാൻ ഹാപ്പൻ എന്ന് പറയില്ല. ഇപ്പം ഞാൻ ഒരു 2011 ഓഗസ്റ്റിലാണ് എറണാകുളത്ത് വരുന്നത്. 2012 ഫെബ്രുവരിയിൽ ആദ്യത്തെ പാട്ട് ഇറങ്ങി. അപ്പോൾ ഈ ഓഗസ്റ്റിൽ ഇവിടെ വന്ന് ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് AK എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. ഇപ്പം പുട്ടുപാട്ടിന്റെ സ്റ്റാർട്ടിൽ ഞാൻ അതിൽ AK എൻ്റെ കോളേജ് സീനിയറാണ്. അപ്പോൾ ആള് കോളേജൊക്കെ കഴിഞ്ഞ് ഇവിടെ എഡിറ്റിംഗ്, അന്നേരം ഇവിടെ കൊച്ചിൻ മീഡിയ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് മനോരമ അതിന്റെ ഓപ്പോസിറ്റ് ഒരു ഫിലിം സ്കൂൾ ഉണ്ടായിരുന്നു, അവിടെ എഡിറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആള് പറഞ്ഞിട്ടാണ് ഞാൻ എറണാകുളത്തേക്ക് എത്തുന്നത്. അപ്പോൾ എനിക്കും ചെറിയ സിനിമാ താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആള് പറയുന്നു, ഓക്കെ നീ കുറേ പേര് ഇങ്ങനെ സിനിമ ഭ്രമിച്ചു വരും, അപ്പം ഇതിൽ വന്ന് പണിയെടുത്ത് കഴിയുമ്പോഴാണ് പട്ടിപ്പണിയാണ്, അപ്പം പറ്റത്തില്ല, അതുകൊണ്ട് കുറേ ആൾക്കാർ പോകും. അപ്പം നീ എന്തായാലും വന്ന് നോക്ക്, പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, വന്ന് നമ്മളെല്ലാവരും ഇപ്പം കോഴ്സ് കംപ്ലീഷൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്, നീ വന്ന് അസിസ്റ്റ് ചെയ്യും, എന്നിട്ട് നിനക്ക് ഏതെങ്കിലും കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് ജോയിൻ ചെയ്യും. എഡിറ്റാണ് എഡിറ്റിംഗ്, ക്യാമറ ആണ് ക്യാമറ, ഡയറക്ഷൻ ആണ് ഡയറക്ഷൻ, ആക്ടിംഗ് ആണ് ആക്ടിങ്, അതനുസരിച്ചിട്ട് കോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ മ്യൂസിക് ഒരു സൈഡ് സാധനമാണ്. വെച്ചാൽ ഗിത്താറിൻ്റെ ഉണ്ട്, ഒരു 4-5 കോഴ്സൊക്കെ വായിക്കാൻ അറിയാം. അപ്പം അതിങ്ങനെ സൈഡിലാണ്. അപ്പം ഞാനിവിടെ എറണാകുളത്ത് വന്ന് ഇറങ്ങി നേരെ ഇവരുടെ സൗത്തിൽ ഇറങ്ങി ഇവിടെ പോയി. അപ്പോൾ ഇവർ എന്നെ കാണുമ്പോൾ തന്നെ കൊള്ളാം, ഒരുത്തൻ ഗിത്താറും തൂക്കി വന്നിട്ടുണ്ട്, യു ആർ അവർ എൻ്റർടൈൻമെൻറ്റ്. അപ്പം ഇന്ന് വൈകുന്നേരം തന്നെ വന്നോളൂ, നമ്മളിന്ന് ചെറിയ പാർട്ടിൻ്റെ വീട്ടിൽ എല്ലാവരും ഒരു 8 പേര് ഒരുമിച്ച് താമസിക്കുകയാണ് വീട്ടിൽ. അപ്പം അന്ന് എനിക്കൊന്ന് അന്നോ പിറ്റേ ദിവസം എന്താണ് ഞാൻ അവിടെ അവരുടെ അടുത്ത് പോയി. ദ വെരി ഫസ്റ്റ് ഡേയിൽ തന്നെ പോടി പെണ്ണെ 10 മിനിറ്റിലുണ്ടായി. വെച്ചാൽ ഞാനും അതിൻ്റെ ലിറിക് റൈറ്റർ ജോസഫ് വിജീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ആ പഴയ പോടി പെണ്ണൻ്റെ വീഡിയോൻ്റെ അകത്ത് ആൾ തന്നെയാണ് ഫീച്ചർ ആയിട്ടുള്ളത്. അപ്പം അവനൊരു ബ്രേക്കപ്പിൽ കട്ടൊരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന സ്പേസാണ്. ഞാനന്നൊരു ചെറിയൊരു ബ്രേക്ക്, ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഒരു ലൈറ്റ് ബ്രേക്കപ്പും കഴിഞ്ഞിരിക്കും. അപ്പം നമ്മൾ ഇൻസ്റ്റൻ്റ്ലി കണക്ട് ആയി. അപ്പം നമ്മൾ പോടി പെണ്ണെ 10 മിനിറ്റ് ഉണ്ടായി. അപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും നമ്മൾ പാർട്ടിയാണ്, എല്ലാവരും ഇത് നമ്മൾ പാടുന്നു, അപ്പോൾ ഇവരും കൂടെ പാടുന്നു, അപ്പോൾ പോടി പെണ്ണെ അപ്പോൾ രസം. അത് കഴിഞ്ഞിട്ടാണ് ഇവൻ എൻ്റെ അടുത്ത് പറയുന്നത്, അളിയാ എൻ്റെ അടുത്തൊരു പാട്ടിൻ്റെ ഐഡിയ ഉണ്ട്, ഞാൻ ഈ ഒരു ഐഡിയ വേറൊരാൾ ഒരു മ്യൂസീഷ്യൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ സ്റ്റുഡിയോ ഒന്ന് പുറത്താക്കി. അതെന്താണ് ഐഡിയ? പണവും പ്രതാപവും നമുക്ക് എന്തിനാ, പുട്ടുണ്ടല്ലോ പുട്ടിൻ പൊടിയുണ്ടല്ലോ, വാ പുട്ടേവാ പുട്ടിൻ്റെ പൊടിയാവാ. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇൻസ്റ്റൻറ്റ് കണക്ട് ആയി. അപ്പം അത് ഞാൻ അന്നേരം ഒരു കോഡ് പ്രൊഫഷനായിട്ട് കുറേ കാലം, ഒരു 4-5 മാസമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രഷൻ എന്തെങ്കിലും വായിക്കുമ്പോൾ എന്തെങ്കിലും എനിക്ക് ഐഡിയാസ് വരും മെലഡി ആയിട്ട്. ഇത് കറക്റ്റ് ഇവന് ഈ ലിറിക് വരുന്ന ആ കോഡ് പ്രൊഫഷൻ ഇട്ടപ്പോഴത്തേക്ക് അത് മറ്റേ പെർഫെക്റ്റ് സിങ്ക്, വേറൊന്നും നമ്മൾ ചെയ്യുന്നില്ല, ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെയൊന്നുമില്ല, ഇതങ്ങ് ടക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങ് നടക്കുന്നു എന്നുള്ള. അപ്പം പുട്ടിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റാൻസ് ആയി. പിന്നെ AK ആണ് ജീവിക്കാൻ അനുവദിക്കൂ, നാളെ ഒരു സ്വപ്നം മാത്രം, ഇന്നാണ് ജീവിതം.
അതും നമ്മുടെ അന്നേരത്തെ ഒരു ലൈഫ് സിമ്പിൾ ആയിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ എന്താണ് നിങ്ങൾ കോളേജ് കഴിഞ്ഞിട്ട് ജോലിക്കൊന്നും കയറുന്നില്ല, നമ്മളിങ്ങനെ പാഷൻ ഫോളോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നു. അപ്പോൾ അവരോട് നമ്മൾ പറയുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ പാരൻസിനാണേലും നമ്മുടെ കുടുംബക്കാരോടൊക്കെ ജീവിക്കാൻ അനുവദിക്കൂ, നമ്മളിങ്ങനെ ഓവറായിട്ട് നാളെനെ കുറിച്ച് ആലോചിച്ച് ഇതൊന്നുമില്ല, ഇന്നത്തെ ദിവസം നമ്മൾ നല്ല രസമായിട്ട് ജീവിക്കൂ, അങ്ങനെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഈ ഐഡിയ വന്നപ്പോഴത്തേക്ക് ഇതും ആയി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ഈ നമ്മുടെ ഒരു ബേസിക് 3 പാട്ടിൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു പാട്ട് പൊടിമണ്ണ ഫുള്ളായി, പുട്ടും ജീവിക്കുവിൻ്റെ ഒരു ബേസിക് ഒരു വിത്ത് വീട്. അപ്പോഴും നമ്മളിങ്ങനെ ഭയങ്കര കൊള്ളാല, സിനിമ ചെയ്യുന്നു, സിനിമ ചെയ്യാത്ത സമയത്ത് നമ്മൾ പാട്ടുണ്ടാക്കി ലൈവ് ഷോ ചെയ്യുന്നു, ലൈഫ് കൊള്ളാന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ ഒരു രീതിയിൽ പോകുമായിരുന്നു. ഈ 3 പാട്ടുകളും ഇങ്ങനെ വെരി ഫസ്റ്റ് ഡേ ഞാൻ അവരെ മീറ്റ് ചെയ്ത് ഫസ്റ്റ് ഈവനിങ് നമ്മുടെ ഫസ്റ്റ് വീട്ടിലെ ഹൗസ് പാർട്ടിയിൽ നമ്മുടെ ഈ 3 പാട്ടുകളുടെ സംഭവം ഉണ്ടായി. ഈ മ്യൂസിക് എന്ന് പറയുന്ന സാധനം യു ഹാവിൻറ്റ് ആക്ച്വലി ലേൺഡ് മ്യൂസിക് ഒന്നുമില്ല, പക്ഷെ അത് ഉള്ളിലുണ്ടായിരുന്നു എന്ന് അല്ലേ? അതിന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു എ.ആർ. റഹ്മാൻ സ്കൂൾ ഓഫ് ബെർക്ക്ലിയിലാണ് ഞാൻ പഠിച്ചതെന്നാണ് സാധാരണ ആരും ചോദിക്കുകയാണെങ്കിൽ പറയാറ്. ഞാൻ റഹ്മാന്റെ സോങ്സ് ഭയങ്കര റിലീജിയസ് ആയിട്ട് കേൾക്കുമായിരുന്നു. അപ്പം അത് ഇപ്പോഴൊക്കെ നമ്മളിപ്പം കുറച്ചും കൂടെ സ്പിരിച്വാലിറ്റി അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമുക്ക് അതുപോലത്തെ ഒരു മെഡിറ്റേറ്റീവ് സ്പേസിലേക്കൊക്കെ നമ്മൾ ഇങ്ങനെ പാട്ട് കേട്ട് നമ്മളിങ്ങനെ മറ്റേ ആനന്ദ ശൈലിയിരിക്കാന്നൊക്കെ വേറൊരു വേൾഡിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത്, അത് പലപ്പോഴും നമ്മൾ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ട് മറ്റേ ആ പൊടിമണ്ണൊക്കെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ബാത്റൂം റോക്ക് സ്റ്റാർസ് എന്നാണ് നമ്മളെ തന്നെ അന്നേരം നമ്മൾ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. വെച്ചാൽ ഞാനും ഒരു ബാത്റൂം സിംഗറാണ്. വെച്ചാൽ റഹ്മാൻ്റെ പാട്ട് പാടി ബാത്റൂമിൽ നിന്ന് പാടി തുടങ്ങും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങോട്ടോ പോകും. അപ്പം ഇത് കൊള്ളാലോ, ഇത് ഞാൻ റഹ്മാൻ്റെ പാട്ട് പോലെയല്ല, പക്ഷെ അവിടുന്ന് ഞാൻ പാടി തുടങ്ങിയിട്ട് വേറെ എങ്ങോട്ടോ എത്തുന്നു. അപ്പം കൊള്ളാലോ, ആ ഒരു ഫീലിംഗ് അല്ല, നമ്മളിപ്പം വേറെന്തൊക്കെയോ പാടി വേറെന്തോ സാധനത്തിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പം ഇങ്ങനെ ആലോചിക്കുമ്പം ഒരു രസമാണ്. പിന്നെ അന്നേരം നമുക്കൊരു ഫാനൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൻ്റെ നേരെ സൈഡിലുള്ള. ഞാൻ കുളിക്കാൻ പോകുമ്പോൾ ഈ ചേച്ചി അവിടെ വീട്ടിൻ്റെ സൈഡിൽ വന്നിരിക്കും. അപ്പം അതൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു ഇതാണ്, ഞാൻ പാടുന്ന കേൾക്കാനായിട്ട് ഒരാൾ ആദ്യമായിട്ട് വരുന്നൊരു ഓഡിയൻസ് എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ആദ്യത്തെ ഒരു ഓർമ്മ. വൺസ് ഈ 3 പാട്ട് നിങ്ങൾ ഒരു രാത്രി കൊണ്ട് അതിൻ്റെ ഒരു ബേസിക് സാധനങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പം പാട്ട് ശരിക്കും പുറത്തേക്ക് വന്നപ്പോൾ യൂട്യൂബ് ചാനലുകളുടെയൊക്കെ സാധ്യതകളുടെ തുടക്ക കാലഘട്ടത്തിൽ 2013, 12 ആ ഒരു കാലത്ത് പുറത്ത് വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ റെസ്പോൺസ് ഒക്കെ? രസമായിരുന്നു. വെച്ചാൽ നമ്മളും ഡെയിലി നോക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ പൊടിപണ്ണി ഇറങ്ങിയ സമയത്ത് നമ്മൾ ആദ്യത്തെ ഒരു ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് നമ്മൾ റൂമിൽ 8 പേര് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ 4-5 ലാപ്ടോപ്പും ഉണ്ട്. എല്ലാവരും ഇരുന്ന് ഓക്കെ 10 to 11 നീ ഷെയറിങ്, 11 to 12 അവൻ, അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇരുന്ന് ഷെയർ ചെയ്യായിരുന്നു. അപ്പോൾ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3 ദിവസമായപ്പോഴത്തേക്ക് ഷെയറിങ് തന്നെ അവർ തന്നെ ഇത് ചെയ്യാനും തുടങ്ങി. അപ്പോഴാണ് നമ്മൾ നിർത്തിയത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷെയർ ചെയ്ത് നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ ഡെയിലി ഒരു വ്യൂസ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പം അതൊരു ഭയങ്കര രസമുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അതും പിന്നെ രണ്ടാമത്തെ പുട്ടുപാട്ട് ഇറങ്ങിയപ്പോൾ പിന്നെ ഇതിൽ നമുക്ക് ഈ ഡെമോഗ്രഫി കാണാൻ പറ്റുമല്ലോ. ഇപ്പോൾ പൊടിമണ്ണ വന്നപ്പോൾ അത് മെയിൻലി കേരളത്തിലായിരുന്നു കുറച്ച് അന്നേരം വൈറലായിരുന്നത്. ഇപ്പോൾ പുട്ടുപാട്ട് വന്നപ്പോൾ അത് ബാംഗ്ലൂർ നിന്നാണ് ശരിക്കും വൈറലാകുന്നത്. പിന്നെ പുട്ടുപാട്ട് ഇറങ്ങിയ സമയത്ത് നമ്മൾ അധികം മേജർ അങ്ങനെ ഇങ്ങനെ ഒന്ന് കുത്തിയിരുന്നൊന്ന് ഷെയർ ചെയ്തില്ല. വെച്ചാൽ നമുക്കൊന്ന് നമ്മളാ പറയുന്ന ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും നമുക്ക് വർക്കാവണമെന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ നമ്മൾ പറയേണ്ട ഒരു സാധനം പറഞ്ഞു, അതിന് ഒരു സാധനം ഉണ്ട്, അത് ലെറ്റ് ഇറ്റ് ടേക്ക് ഇറ്റ് ടേം എന്നുള്ളൊരു ജേണി എന്നുള്ളൊരു സീനായിരുന്നു. അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് സർക്കിളിൽ മാത്രമേ ഷെയർ ചെയ്യുള്ളൂ. പക്ഷെ അത് അതായിരുന്നു ഭയങ്കര രസം. വെച്ചാൽ അതിന് നമുക്ക് ഈ ഡെമോഗ്രഫി ഫേസ്ബുക്കിൽ നോക്കുമ്പോഴും ബാംഗ്ലൂരിൽ നിന്നാണ് ആ പാട്ട് ആദ്യം വൈറലാവുന്നത്. പുട്ട് പാട്ടിൻ്റെ ലിറിക്സിൻ്റെ ബാക്ക് സ്റ്റോറിയിൽ ഈ പറയുന്ന ഇതിൻ്റെ ലിറിക്സ് എഴുതിയ ആള് എന്താ അതിൻ്റെ ഇത്? എന്തുകൊണ്ടായിരുന്നു പുട്ടുണ്ടല്ലോ പെണ്ണെ പുട്ടിൻ പൊടി ഉണ്ടല്ലോ, പെണ്ണില്ലടോ പുട്ടുണ്ടല്ലോ പുട്ടിൻ പൊടി ഉണ്ടല്ലോ, അത് അവൻ ആ ഒരു ഐഡിയ പറഞ്ഞു. ഇത് ഇവൻ വേറൊരു സ്റ്റുഡിയോയിൽ പോയി പറഞ്ഞിട്ട് അവനെ സ്റ്റുഡിയോ ഒന്ന് പുറത്താക്കി. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് അതെന്താണ് ഐഡിയ എന്ന് കേട്ടത്. എനിക്ക് അപ്പോഴേ കണക്റ്റായി. അപ്പോൾ പിന്നെ അത് ഇപ്പം അതിലിപ്പം AK-യുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആ റൂമിൽ എല്ലാവരുടെയും അതൊരു ഒരാൾ സോങ് എന്ന് എനിക്കും പറയാൻ പറ്റത്തില്ല. അതൊരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായ പാട്ടുമാണ്. അതിൽ ഓരോ ഇപ്പൊ പാറാവിരിക്കുന്നു എന്ന് പറഞ്ഞ ലൈന് നൗഫൽ ബ്ലാത്തൂർ എന്ന് പറഞ്ഞൊരു സുഹൃത്താണ്. പാറാവിരിക്കുന്നു പറഞ്ഞ വാക്ക് പോലും എനിക്കന്ന് അറിയില്ല. ഇവനാണ് പറയുന്നത് നമ്മൾ മറ്റേ ഈ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ പാറാവ് അങ്ങനെ. അപ്പം
അതൊരു ജനകീയമായിട്ട് തന്നെ ഉണ്ടായ പാട്ടാണെന്ന് പറഞ്ഞാലും ഒരു തെറ്റുമില്ല. ജനകീയമായിട്ടുണ്ടായ പാട്ട് ജനങ്ങളുടെ പാട്ടായി മാറുകയും ചെയ്തു. അങ്ങനെ ആൾക്കാർ ഇപ്പോഴും അത് കേൾക്കുന്നുണ്ട്. അത് ഇപ്പോഴും അതിന് നല്ല ഇപ്പം അതിനെക്കുറിച്ച് ആൾക്കാർ പറയുകയും ഇപ്പോഴും ഇപ്പം ഈ സ്ട്രീമിംഗ് കൗണ്ടൊക്കെ നോക്കുമ്പോൾ അത് ഇപ്പോഴും ആൾക്കാർ കേൾക്കുന്ന പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഈ പുട്ടുപാട്ടും ഇത് ഒക്കെ കൂടുതൽ വൈറലായത് ശരിക്കും പിന്നെ ടെലിവിഷൻ മ്യൂസിക് മോജോ വന്നപ്പോഴാണോ? ഇപ്പൊ നമ്മൾ 2012 വന്നപ്പോൾ നമ്മളൊരു അന്നേരമൊക്കെ എനിക്കൊന്ന് അവിയൽ അവരൊക്കെ മാത്രമേ ഉള്ളൂ ഇൻഡസ്ട്രിയിൽ. അതെ, അങ്ങനെ ബാൻഡുകൾ. ഇപ്പൊ മലയാളത്തിലാണ് അവിയൽ അങ്ങനെ. അപ്പം നമ്മളായിരുന്നു ആ സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു ബാൻഡ് എന്നുള്ള ഒരു സ്പേസിൽ നമ്മുടെ ഒരു പാട്ടുകൾക്കൊക്കെ അന്നേരം ഒരു റീച്ചും ഉണ്ട്. അപ്പോൾ ആ ഒരു ഇനീഷ്യൽ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരും ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പം 2016 ഈ മ്യൂസിക് മോജോയിൽ പെർഫോം ചെയ്തപ്പോഴാണ് നമ്മളും ഒരു നെക്സ്റ്റ് ലെവൽ ഒരു പ്രോ ബാൻഡ് എന്നുള്ളൊരു സ്പേസിലേക്ക് നമ്മളും എത്തിപ്പെടുന്നതും. പിന്നെ മോജോ ഡെഫിനറ്റ്ലി മോജോ നമുക്ക് മാത്രമല്ല ഫോർ ലോഡ് ഓഫ് ആർട്ടിസ്റ്റിന് അതൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പം അതിന് എപ്പോഴും ഒരു താങ്ക്സ് ടു സുമീഷ് ലാൽ, സൂരജ് മാണി ആൻഡ് പീപ്പിൾ ബിഹൈൻഡ് കപ്പ. അപ്പം അവർ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയതുകൊണ്ട് എത്രയോ ആർട്ടിസ്റ്റുകൾ, നമ്മൾ മാത്രമല്ല എത്രയോ ആർട്ടിസ്റ്റുകൾക്ക് അതൊരു മേജർ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ടു വെൻ യു സ്റ്റാർട്ടഡ് ടേക്കിംഗ് മ്യൂസിക് സീരിയസ്ലി, അത് കഴിഞ്ഞിട്ട് ജെയിംസ് എങ്ങനെയാ ഈ പ്രോസസ്സ് മ്യൂസിക് യു ലൈക്ക് ലുക്കിംഗ് അറ്റ് അതർ ആർട്ടിസ്റ്റ്സ്, അതർ ജോണേഴ്സ്, അതർ സ്റ്റൈൽസ്, അതേപോലെ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇങ്ങനത്തെ ഈ ഒരു യുവർ ഹോംവർക്ക് പ്രോസസ്സ് എങ്ങനെയാണ്? ഇതിലിപ്പോൾ പാട്ട് കേൾക്കും. ഇപ്പം ഞാൻ തന്നെ കുത്തിയിരുന്ന് പാട്ട് കേൾക്കുന്നേക്കാൾ കൂടുതൽ ഐ ലൈക്ക് ടു ട്രിപ്പ് ഓൺ അതർ പീപ്പിൾ. ലൈക്ക് എനിക്ക് അങ്ങനെ കുറച്ച് സുഹൃത്തുക്കൾ, ഇപ്പം എൻ്റെ ബാൻഡ് മെമ്പേഴ്സ് ആണെങ്കിലും അവർ ഭയങ്കര കുത്തിയിരുന്ന് ലിസണേഴ്സ്. അപ്പോൾ അവരുടെ കൂടെ ഇരുന്നിട്ട് ഞാൻ ട്രിപ്പ് ചെയ്യും. ഐ കാൺ ജസ്റ്റ് സിറ്റ് ആൻഡ് ഫൈൻഡ് ന്യൂ പീപ്പിൾ. എന്തോ എനിക്ക് ആ ഒരു ട്രിപ്പില്ല. ബട്ട് ഐ ലൈക്ക് ടു ബി വിത്ത് ദം ആൻഡ് അവർ കേൾക്കുന്നത് അങ്ങനെയാണ് എൻ്റെ ഒരു പ്രോസസ്സ് കൂടുതലും. അപ്പം നമ്മൾ ലിസണിങ് സെഷൻ അല്ലെങ്കിൽ നമ്മളെവിടെയൊക്കെ കൂടുമ്പം അങ്ങനെ ഇരുന്ന് പാട്ട് കേൾക്കുക, അങ്ങനെ പുതിയ പാട്ടുകൾ പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ശ്രമം നടത്താറുണ്ട്. പിന്നെ ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയൊക്കെ കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാനും ഒരു ഡെപ്തിൽ ഒരു ഇറങ്ങുന്നതെന്നൊക്കെ വേണേൽ പറയാൻ തോന്നുന്നു. അതുവരെ ഞാനും ഭയങ്കര ഒരു മടിയനാണ്. അപ്പം പിന്നെ ഒരു സർപ്രൈസ് ആ ഒരു മ്യൂസിക് നമുക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് കുറച്ച് മെലഡിയൊക്കെ ഉണ്ടാക്കാനുള്ള നമ്മളങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും അതിനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതിലൊക്കെ പിടിച്ചേക്കാം. ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി ഒന്ന് സീരിയസ് ആയി ഇപ്പം പ്രൊഡക്ഷൻ പഠിക്കുന്നുണ്ട്. പിന്നെ കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ പോകുന്നുണ്ട്. 2-3 വർഷമായിട്ട് തന്നെ നടക്കുന്നുണ്ട് കാര്യങ്ങൾ. പിന്നെ ഗിത്താർ, കീബോർഡ് പഠിക്കുന്നുണ്ട്. ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളിപ്പം കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട്, ഇപ്പം നമ്മൾ ബാൻഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ദർ ആർ അതർ മ്യൂസീഷ്യൻസ് അല്ലേ. അപ്പം നമുക്ക് കുറെ കൂടെ തിയറിറ്റിക്കലിയും മ്യൂസിക്കൽ നോളജ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ആ പ്രോസസ്സ് ഭയങ്കര സിമ്പിൾ ആവും. അപ്പം പിന്നെ അതിന്റെ ഭയങ്കരമായിട്ട് ഗുണമുണ്ട്. ഇപ്പം നമ്മൾ ശരിക്കും ഒരു കാലഘട്ടത്തിൽ നമ്മൾ രവീന്ദ്ര മാഷിൻ്റെ സംഗീതം അല്ലെങ്കിൽ ജോൺസൺ മാഷിൻ്റെത്, അതിൽ നിന്ന് നമ്മളിപ്പം ഒരു ഐഡിയ ഓഫ് മ്യൂസിക്, ഇങ്ങനെ ഇൻസ്ട്രുമെൻസും അവരുപയോഗിക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് മാറി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും പാടാവുന്നത് അതൊരു ഫോക്ലോറിഷ് സ്റ്റൈലാണല്ലോ, ഒരു ഫോക്ക് സോങ് സ്റ്റൈലാണല്ലോ. അപ്പോൾ ഫോക്ക് സോങ്സ്, യു സെഡ് യു ഡിഡ് യുവർ സ്കൂളിങ്സ് ആൻഡ് ഓൾ ഇൻ തലശ്ശേരി. സോ ഡു യു ഹാവ് എനി ഇൻഫ്ലുവൻസ് ഓഫ് എനി ഫോക്ക് സോങ്സിൻ്റെയോ ഫോക്ക് ആർട്ടുകളുടെയോ അല്ല അങ്ങനത്തെ ഒരു എക്സ്പോഷറിൻ്റെ ഒരു ആസ്പെക്റ്റ് ഉണ്ടോ? അങ്ങനെ എനിക്കൊന്ന് ജനറ്റിക്കലി വല്ലതും വന്നിട്ടുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അല്ലാതെ ഞാൻ അതിനായിട്ട് ഇങ്ങനെ ഫോക്ക് സോങ് കേട്ടിരിക്കാനോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. മേ ബി ആസ് എ മലയാളി എവിടെയോ നമ്മുടെ ഒരു ജനറ്റിക് പൂൾ വഴി എന്തെങ്കിലും ട്രാൻസ്ഫർ ആയേണ്ട സീൻ ആണ്. സിനിമയിലെ മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്മളൊരു കുറച്ച് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഒരു റൺ ബേബി റൺ എന്ന് പറഞ്ഞൊരു പാട്ട്, മറ്റേ ഒരുത്തി എന്ന് പറഞ്ഞ് നവ്യ നായറിന്റെ ഒരു കംബാക്ക് മൂവി, അതിലൊരു പാട്ട് ചെയ്തു. അത് രസമാണ്. അത് വേറൊരു സ്റ്റൈലാണ്. എൻ്റെ കമന്ററൊക്കെ ഭയങ്കര തെറിയാണ്. നമ്മളൊരു ഭയങ്കര ഒരു മെറ്റലിഷ് ജോണറിലാണ് നമ്മൾ അങ്ങനെ ഒരു കുറച്ച് ഹാർഡ് റോക്ക് പരിപാടിയാണ് ആ പാട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പണ്ട് കൂതറ എന്ന് പറഞ്ഞ് ലാലേട്ടനും സണ്ണി ടൊവിനോ ഭാരതൊക്കെ അഭിനയിച്ച മൂവിയിൽ അതിലെ പ്രൊമോ സോങ് ആയിട്ട് ജീവിക്കൂ എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ പിന്നെ സിനിമയിൽ അല്ലാതെ പാടിയിട്ടുണ്ട്. അങ്ങനെ ഫാൻസ് ലിസണേഴ്സ് ഉണ്ടാവുമല്ലോ, ഫാൻസ് എന്നല്ല യുവർ ലിസണേഴ്സ് എങ്ങനെയാ ഈ യുവർ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനെയും അതല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള ക്രിട്ടിസൈസിങ് പാട്ടുകൾ വന്നിട്ടുണ്ടോ? ബിക്കോസ് യു മിക്സ് ഇംഗ്ലീഷ് ലിറിക്സ് വിത്ത് ഇംഗ്ലീഷ് വേർഡ്സ് വിത്ത് മലയാളം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അങ്ങനെ മേജർ ക്രിറ്റിസിസം ആയിട്ട് പിന്നെയും ഓക്കെ, പോടി പെണ്ണേന് ഇപ്പം അഞ്ജന വിളിച്ച പോലെ അങ്ങനെയൊക്കെ നമുക്ക് ഫ്യൂ ക്വാർട്ടേഴ്സ് അങ്ങനെ അതൊരു
പറഞ്ഞിട്ടുള്ളൂ. അത് അത് പറയുമ്പോ ഈ പൊടി വെണ്ണ എങ്ങനെ നിങ്ങള് ട്വീക്ക് ചെയ്യാ ശരിക്കും സ്റ്റേജ് പെർഫോമൻസിന്റെ ടൈമില്? അതല്ല, അതിപ്പം നമ്മള് ആ പാട്ട് ഇപ്പം ഓക്കെ, അതിനൊരു ഇൻട്രോ പറയാനുണ്ട്. ഇപ്പം തേച്ചിട്ട് പോകുന്നത് പെൺപിള്ളേർ മാത്രമൊന്നുമല്ല. അപ്പൊ നമുക്ക് അന്ത കാലത്ത് നമ്മൾ തേച്ചിട്ട് പോയത് ഒരു പെൺകുട്ടിയാണ്. അന്നേരം ആ ഒരു വിഷമത്തിൽ നമ്മൾ പോടി വെണ്ണേന്ന് ഉണ്ടാക്കി. അപ്പൊ ഗേൾസ് വാട്ട് വിൽ യു സിംഗ്? അപ്പൊ കോളേജിലൊക്കെ പെർഫോം ചെയ്യുമ്പോൾ അപ്പൊ അവർ പോടാ ചെക്കാന്ന് പാടുന്നു. അപ്പം ഇറ്റ്സ് ലൈക്ക് പോടി വെണ്ണേ / പോടാ ചക്ക. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവ്. അപ്പം ഇറ്റ് മേക്സ് അത് ഇറ്റ് വർക്ക്സ് ഓൾസോ. പീപ്പിൾ അതിനെ അങ്ങനെ അതൊരു ഇന്നസെൻസ് ഉണ്ട് ആ പാട്ടിന്. അപ്പം അത് ആൾക്കാർക്ക് അതിനൊരു ആ രീതിയിൽ കാണാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ ട്രൈ ചെയ്യണം. നമ്മുടെ ബ്രേക്കപ്പ് പെയിനിന്റെ മൊമെന്റിൽ ഇട്ടിട്ട് പോകുന്ന ആൾക്ക് വേണ്ടിയിട്ട് നാളെ കുറിച്ച് നമ്മളൊരു പാട്ട് പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കത്താർസിസ്. ഒരു ജബ് വി മെറ്റ് എന്ന് പറഞ്ഞ മൂവിന്റെ അകത്ത് ഒരു സീനില്ലേ, മറ്റേ ഇവൻ ഭയങ്കര ഷാഹിദ് കപൂറിന്റെ ക്യാരക്ടർ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുന്ന സമയത്ത് പറയും മറ്റേ ഫോട്ടോ കത്തിച്ചിട്ട് ബാത്റൂമിൽ ഇട്ടിട്ട് ഫ്ലഷ്. അത്രേ ഉള്ളൂ. അങ്ങനെ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ആ പാട്ട്. പക്ഷെ അതിൽ ലിറിക്കലി നമ്മൾ കീറി മുറിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഓക്കെ, ദാറ്റ്സ് അപ് ടു പീപ്പിൾ ടു കീറി മുറിക്കൽ ആൻഡ് സേ വാട്ട് എവർ ദേ വാണ്ട് ടു. ബട്ട് കീറി മുറിക്കലിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളെപ്പോഴും ക്രിയേറ്റീവായിട്ടിരിക്കുന്ന സ്പേസിൽ നമ്മൾ ഒരു ലിറിക്സ് ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളൊരു പാട്ടുണ്ടാക്കുന്ന സമയത്തോ അതൊരു ഓർഗാനിക് പ്രോസസ്സാണ്. പക്ഷേ വി ഹാവ് ടു ബി ലൈക്ക് വെരി മച്ച് അവെയർ അബൌട്ട് അവർ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോഴത്തെ ഒരു കോൺവെർസേഷൻ സ്പെനാറിയിൽ, ഇപ്പോഴത്തെ ഒരു സോഷ്യൽ സൈക്കയിൽ നമ്മൾ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ലൈക്ക് ആർ വി ഹേർട്ടിങ് സംബഡി ഓർ ആർ വി യൂസിങ് ദ വേർഡ്സ് ദാറ്റ് കുഡ് ആക്ച്വലി ആരെങ്കിലും അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ താങ്കളുടെ കുരുമുളക് എന്നുള്ള പാട്ട് പോലും ഈ നമ്മളുടെ ഫെയർനെസ് ഒബ്സഷന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സോങ് ആയി വരുമ്പോൾ എങ്ങനെയാ ആ ഒരു കോൺഷ്യസ് ആയിട്ട് അതിനെ റൈറ്റ് ചെയ്യുമ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ടാവുകയോ അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട്? അങ്ങനെ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഇപ്പം ഞാൻ ഇപ്പൊ പൊളിറ്റിക്കലി കറക്റ്റായ പാട്ടുകളെ ചെയ്യുള്ളൂ, അങ്ങനത്തെ ആർട്ടേ ചെയ്യുള്ളൂ എന്നുള്ള അങ്ങനെ മറ്റേ പിടിവാശികളൊന്നുമില്ല. നമ്മൾ ആ വരുന്ന ഒരു സാധനത്തിനോട് 100% ഹോണസ്റ്റായി ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു സാധനം മാത്രമേ എനിക്ക് തോന്നുന്ന ഒരു സാധനം. ഞാൻ അറ്റ്ലീസ്റ്റ് ഞാനും എൻ്റെ കൂടെ ഇപ്പം ലിറിക് എഴുതുന്ന ആൾക്കാർ അവരൊക്കെ ആയിട്ട് നമ്മൾ മ്യൂസിക് ചെയ്യുന്ന മ്യൂസീഷ്യൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റ് നോക്കാറില്ല. അങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് മാത്രമേ നമ്മൾ എല്ലാം ചെയ്യുള്ളൂ അങ്ങനെ ഇല്ല. പക്ഷെ ഒരു ബേസിക് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ രീതിയിൽ നോക്കും. ഇപ്പം അറിയത്തില്ല ഇതാണോ റൈറ്റ് എക്സാമ്പിൾ. ഇപ്പം നമ്മൾ ഇപ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് സെക്സ് വർക്കർ എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്യണം. പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്യരുത്. അതൊക്കെ ദാറ്റ് മേക്സ് അങ്ങനെ ആ ഒരു രീതിയിൽ ഇറ്റ് മേക്സ് എന്നുള്ള, അല്ലാണ്ട് അതിനോ ഒരു ഭയങ്കര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ചിട്ട് ആട്ടിന് വെച്ച് ഇത് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ എവിടേക്കോ നമ്മൾ പലതും നമുക്ക് ലൂസായി പോകുന്നു. അങ്ങനെ ഒരു തോന്നുന്നു. പിന്നെ ആ ചെയ്യുന്ന സാധനത്തിനോട് 100% ഹോണസ്റ്റ് ആയിരിക്കാനുള്ള ഒരു ശ്രമം നടത്താം. അതാണ് എംപത്തറ്റിക്കലി നമ്മൾ നമ്മുടെ സിറ്റുവേഷൻസിനെ ആക്സസ് ചെയ്ത് കഴിയുമ്പം വെരി നാച്ചുറലി തിങ്സ് വുഡ് ബി ആർട്ട് വുഡ് ബി എ ബ്യൂട്ടിഫുൾ വർക്ക് ദാറ്റ് വുഡ് ബി എംബ്രേസ്ഡ് ബൈ എവരിബഡി അല്ലേ? പിന്നെ നമ്മൾ ഈ പറയുന്ന ഈ വേർഡ്സ് കോൺഷ്യസ്നെസ് നമ്മൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരുന്നാൽ മാത്രമാണ് ഈ വേർഡ്സിൻ്റെ കോൺഷ്യസ്നെസ് നമുക്ക് വരുള്ളൂ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പല വാക്കുകളും നമ്മൾ കൺസിഡറേറ്റ് ചെയ്യാത്ത പോലത്തെ രീതിയിലുള്ള പല ജാതീയതയും ഒക്കെ അടങ്ങിയ വാക്കുകൾ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പം നമ്മളത്, അപ്പോൾ ഞാനത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വളരെ കൊളോക്കിയലായിട്ട് ഉപയോഗിക്കുന്ന സമയത്താണല്ലോ അങ്ങനത്തെ ക്രൈസിസ് വരിക, വെൻ യു ടൈപ്പ് ലൈക്ക്. സോ അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ഓക്കെ ദിസ് മൈറ്റ് ബി എ ലിറ്റിൽ പ്രോബ്ലമാറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് തിരുത്താറുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. നമ്മുടെ ഒരു കോർ ഒരു ടീമുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ നമ്മൾ എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു 4-5 പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം അയച്ചു കൊടുക്കും. അപ്പോൾ അവരുടെ ഫീഡ്ബാക്ക് ഡെഫിനറ്റ്ലി എടുക്കും. അപ്പം ആ ഒരു സർക്കിളിൽ സാധനം ഒക്കെ നമുക്ക് ഓക്കെയാണ്, അത് ആ സർക്കിളും ഓക്കെയാണ്, പിന്നെ അത് വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നത്. ഐ ഡോണ്ട് നോ വെദർ ദിസ് ഈസ് എ റൈറ്റ് ക്വസ്റ്റ്യൻ ടു ആസ്ക്. നമുക്ക് ഫിനാൻഷ്യലി ഒക്കെ നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യനും ഒരു ഇൻഡിപെൻഡൻറ്റ് ബാൻഡായിട്ട് നിൽക്കുന്ന സമയത്ത് ഹൗ ഇസ് എ സർവൈവൽ? സോഫാർ വലിയ 2016 ശേഷം വലിയ കുഴപ്പമില്ല. പക്ഷെ ഷോസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കോവിഡ് ടൈറ്റ് ആയിരുന്നു. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ പാട്ടുകൾ അതുവരെ ഞാനും കുറച്ച് മറ്റേ ഈ റാഡിക്കലി ചിന്തിക്കുന്ന കൂട്ടത്തിൽ ഇല്ല, നമ്മുടെ പാട്ടുകൾ ഫ്രീ ആയിട്ട് ആൾക്കാർ യൂട്യൂബ് കേട്ടാൽ മതി, നമ്മൾ മറ്റേ കുത്തക കമ്പനികൾക്കൊന്നും നമ്മുടെ പാട്ട് കൊടുക്കില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെ ആയിരുന്നു. കൊറോണ അന്നേരം ഷോസ് ഉണ്ട്, അപ്പോൾ അത്യാവശ്യം നമുക്ക് പരിപാടികൾ നമ്മുടെ കാര്യങ്ങൾ നടന്നു. അപ്പോൾ ഈ കൊറോണ വന്നിരുന്നപ്പോഴാണ് ദൈവമേ എവിടുന്ന് എന്താണ് അടുത്ത പരിപാടി എന്നുള്ള അറിയാത്തപ്പോഴാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാട്ടുകൾ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ 2016 പാട്ടുകളൊക്കെ അപ്ലോഡ് മറ്റേ യൂട്യൂബിലുണ്ട്. നമ്മളെ ചാനൽ അങ്ങനെ നമ്മൾ ഈ അന്നേരം ആൾക്കാർ ഇഷ്ടംമാതിരി ചോദിക്കും, എന്താ നിങ്ങൾ സ്പോട്ടിഫൈയിൽ ഇടാത്തത്, ഐട്യൂൺസിൽ ഇടാത്തത്, ആപ്പിൾ മ്യൂസിക്കിൽ ഇടാത്തത്, ആമസോണിൽ ഇടാത്തത് ചോദിക്കാറുണ്ട്.
അപ്പം അന്നേരം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന പിന്നെ അത് ജീവിതം പഠിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ആ പ്രോസസ്സൊക്കെ റാഡിക്കലിസമൊക്കെ മാറി. അത് കഴിഞ്ഞപ്പം ആ ഒരു പ്രോസസ്സിൽ നമുക്കൊരു പട്ടിണിക്ക് വിപ്ലവല്ലേ. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ പിന്നെ സ്ട്രീമിങ്ങിന്ന് ഒരു വലിയ കുഴപ്പമില്ലാണ്ട് ഒരു സംഭവം അത് അങ്ങനെ വരുന്നു. അപ്പം അത്യാവശ്യം തട്ടിമുട്ടി നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നു, റെന്റ് ഫുഡ് കാര്യങ്ങളിലൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ കൊറോണയൊക്കെ കഴിഞ്ഞ് ഷോസ് വന്നു കഴിയുമ്പോൾ പിന്നെ കുഴപ്പമില്ല, ഷോസ് ഉണ്ടെങ്കിൽ നമ്മൾ രാജാവാണ്, വലിയ കുഴപ്പമില്ല പോകുന്നു. ഇപ്പോഴത്തെ ഒരു മ്യൂസിക് സെനാറിയെ പറ്റിയിട്ട് എന്താ ജെയിംസിന്റെ? ഭയങ്കര അടിപൊളി സ്പേസ് അല്ലേ. ഇപ്പം സിനിമയ്ക്കാണേലും സിനിമയിലൊക്കെ എല്ലാ സിനിമയിലാണേ പോലും ഇപ്പം ഒരു ഇൻഡി ഇപ്പം ഹിപ്പ് ഹോപ്പാണ് മെയിൻ, എന്നാൽ പോലും ഇറ്റ്സ് നൈസ് നോ ലൈക്ക് കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ. അപ്പം പണ്ട് അത്രയും സ്പേസ് ഇല്ലല്ലോ അവർക്ക്, നമുക്ക് ഗെറ്റ് യൂസ് ടു ആയിട്ടുള്ള വോയിസുകൾ, അങ്ങനെ പുതിയതൊരു സാധനം ട്രൈ ചെയ്യണമെന്നും സിനിമ അത്ര ഓപ്പൺ ആണോ എന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര ഓപ്പൺ ആയില്ലേ. അപ്പം എല്ലാ പടത്തിലും ഒരു 2 പാട്ടായാലും വേണം എന്നുള്ളൊരു സ്പേസിലാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം അതിനുള്ള റീച്ചും ഐ തിങ്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ടൈം ടു ബി എ ഇൻഡി മ്യൂസീഷ്യൻ കൂടി തന്നെയാണെന്ന് തോന്നുന്നു ഈ ഒരു കാലഘട്ടം. വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. നേരത്തെ പറഞ്ഞല്ലോ ഒരുത്തീൻ്റെ ഒരു സമയത്തുണ്ടായ ക്രിറ്റിസിസം, നമ്മൾ ഒരുത്തീനെ ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്തപ്പോൾ ഉണ്ടായ ക്രിറ്റിസിസത്തിനെ പറ്റിയിട്ട്. സോ വെൻ യു ബ്രേക്ക് എപ്പോഴും നമ്മൾ ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ ഡിസ്റ്റർബൻസസും ഡിഫിക്കൽട്ടീസും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മൾ മ്യൂസിക്കിലാണെങ്കിലും നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ വെൻ യു കെയിം യു ഹാഡ് ക്രിയേറ്റഡ് എ ഡിഫറെൻറ്റ് ഒരു സ്റ്റൈലും പാറ്റേണൊക്കെ. അത് എംബ്രേസ് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിലെ ആ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന ന്യൂ ജനറേഷൻ ആയിരിക്കുമല്ലോ. ആ സമയത്ത് വീട്ടിൽ അല്ലെങ്കിൽ ചുറ്റുള്ള ആൾക്കാർ, പ്രായ ആളുകൾ ചോദിച്ചിട്ടുണ്ടോ ഇവൻ എന്താണ് ഈ പാടുന്നത് എന്ന് ചോദിക്കുന്ന ഒരു സെനാറിയോ? ഡെഫിനറ്റ്ലി അത് രസമുള്ള ഒരു സംഭവം വെച്ചാൽ ഞാൻ വീട്ടിലും ഫാദറൊക്കെ ആയിട്ട് കുറച്ചൊരു ഇനീഷ്യലി നമ്മൾ റിബൽ ഫേസിൽ, അപ്പം ഞാനും കോളേജ് കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, അച്ഛാ എനിക്ക് ഇത് എല്ലാം ചെയ്യേണ്ടത്, ഞാൻ പഠിച്ചത് ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സാണ്. അപ്പം അച്ഛൻ ചോദിച്ചു നിനക്ക് എന്താണ് ചെയ്യണം? അപ്പം ഞാൻ വിചാരിച്ചോണ്ടിരുന്നപ്പം നമ്മൾ ചെന്നൈയിലൊക്കെയാണ്, അപ്പം ഫുഡൊന്നും അത്ര പോരാ. അപ്പം വീട്ടിൽ വന്ന് അമ്മയുടെ ഫുഡൊക്കെ കഴിച്ച് ഒരു 5-6 മാസം നിന്നിട്ട് നമുക്ക് ജീവിതത്തിൽ അടുത്ത് എന്ത് ചെയ്യാമെന്നൊക്കെ ആലോചിക്കാമെന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ അന്നേരം ഞാൻ ഇങ്ങനെ വിളിക്കുന്നത്. ഫാദർ അന്നേരം പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, വെച്ചാൽ എടാ അളിയാ, അങ്ങനെയല്ല എടാ, നിനക്ക് 21 വയസ്സായി, യു ആർ എ ഗ്രോൺ അപ്പ്, യുനോ വാട്ട് എവർ യു ഡു വിത്ത് യുവർ ലൈഫ് ഇറ്റ്സ് യുവർ ചോയ്സ്. നീക്കെന്തും ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യേണ്ട ജോലി ഞാൻ ചെയ്തു, നിന്നെ ഇത്രയും പൈസയും കൊടുത്ത് ലക്ഷങ്ങൾ മുടക്കി നിന്നെ ഒരു ജോലി പഠിച്ചു കഴിഞ്ഞാൽ അന്നേരം ജോലി കിട്ടുന്ന പോലത്തെ ഒരു ജോലി ഉള്ള സാധനം പഠിപ്പിച്ചതാണ്. അത് കഴിഞ്ഞ് അത് നിനക്ക് ചെയ്യാൻ താല്പര്യമുള്ള അത് നിൻ്റെ ചോയ്സാണ്, ഒരു കുഴപ്പമില്ല, അത് നീ എന്നും ചെയ്തോ, പക്ഷെ വീട്ടിലേക്ക് വരണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്നെ ഭയങ്കരമായിട്ട് അന്നേരം ഹേർട്ട് ചെയ്തിരുന്നു. പക്ഷേ തിരിച്ചിപ്പോൾ റെട്രോസ്പെക്ട് ചെയ്യുമ്പോൾ എൻ്റെ വൺ ഓഫ് ദ മേജർ ഫയറും അതായിരുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും അച്ഛൻ്റെ മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ കളിക്കുന്നത് സ്വന്തം അച്ഛൻ മോനോട് വീട്ടിലേക്ക് വരണ്ടാന്ന് പറഞ്ഞു എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കുന്നുള്ളൂ. അപ്പം ആദ്യത്തെ നമ്മൾ പോടി പെണ്ണെ ഇറങ്ങി. അപ്പം ഞാനും കുറച്ച് വീട്ടുകാരൊന്നായിട്ട് അത്ര കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായില്ല, ഭയങ്കര ഗ്യാപ്പ് ഉണ്ടായി. ഇപ്പം എല്ലാം ബെറ്ററായി, അടിപൊളിയാണ്. അപ്പം അന്ന് ഞാനപ്പം ഓക്കെ ആദ്യമായിട്ട് നമ്മൾ പാട്ടൊക്കെ കുറച്ച് വൈറലായി. അപ്പം ഞാനിങ്ങനെ പാട്ടൊക്കെ ചെയ്ത് അപ്പോൾ ആദ്യമായിട്ട് അച്ഛനെ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് കാണാൻ പോവാണ്. അപ്പം അച്ഛനോട് നമ്മളെന്തോ ചെയ്തല്ലോ, കുറച്ച് പാട്ടൊക്കെ അന്നേരം വൈറലായി ഒക്കെ ആണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അപ്പം പാട്ട് കേൾപ്പിച്ചു. അപ്പം അച്ഛാ നമ്മൾ ഇറക്കിയ പാട്ടാണ്, കേട്ട് നോക്കൂ, ഭയങ്കര ഹിറ്റാണ്, നമ്മളെ കുറിച്ച് ഇൻ്റർവ്യൂ വനിതയിലൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ വന്നു എന്നൊക്കെ പറഞ്ഞ് അച്ഛനിങ്ങനെ ഓക്കെ പൊടിവണ്ണൻ്റെ മ്യൂസിക് വീഡിയോ യൂട്യൂബിൽ കേൾപ്പിച്ചു. അപ്പം അച്ഛനിങ്ങനെ മൊത്തം കേട്ട് പൊടി പെണ്ണെ എടാ നീ പോയി വല്ല മറ്റേ മാപ്പിളപ്പാട്ട് വല്ലതും ഉണ്ടാക്ക്, അതാണേ വല്ല കാസറ്റും വിറ്റിട്ട് എനിക്ക് ആരെങ്കിലും കാസറ്റും വാങ്ങും, എന്തെങ്കിലും ഈ പൊടി പെണ്ണയൊന്നും പാടിയിട്ടൊന്നും ആരും കേൾക്കാൻ, ഇതൊന്നും ഇത് ഫൈനാൻഷ്യലി വയബിൾ അല്ല എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലൊരു സാധനമൊക്കെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതൊരു രസം. പിന്നെ അതിൻ്റെ വേറെ ഞാൻ വേണേൽ അച്ഛനെ ഞാൻ വെറുതെ ഒരു പൊക്കാനല്ല ഇപ്പം നടക്കുന്ന ഇപ്പോഴത്തെ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ആൻഡ് ഇലക്ട്രോണിക്ക ഹിപ്പ് ഹോപ്പ് മിക്സ് ചെയ്തിട്ട് ഇപ്പം അത് ഏറ്റവും വലിയ ഹാപ്പനിങ് ജോണറായിട്ട് നിൽക്കുകയാണ്. അപ്പം അച്ഛൻ അന്ന കാലത്ത് 2012 പറഞ്ഞു എടാ അങ്ങനെ എന്തെങ്കിലും സാധനം ചെയ്യുമെന്ന് പറഞ്ഞേ സംഭവം അച്ഛാ കൊള്ളാം. അപ്പോൾ അതിനോട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ വെൻ യു ഡിഡ് ഒരുത്തി ദർ വാസ് അനദർ ഡിസ്കഷൻ. So now there will be something more, അല്ലേ? So what would you like to explore? അപ്പം കുറച്ചു കാലം മുമ്പൊക്കെ ആ റാപ്പ് ഭൂമി എന്ന സമയത്തൊക്കെ ഞാനും ആലോചിച്ചായിരുന്നു ഇപ്പം റാപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ. ഞാനും കുറെ പരീക്ഷയ്ക്കൊക്കെ ചെയ്യണം. ഇപ്പം എന്തെങ്കിലും ഈ വേർഡ് ബിൽഡറൊക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും വേർഡ് ഇങ്ങനെ ആപ്പിൽ ജനറേറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഫ്രണ്ട്സ് കൂടി ഇരുന്നിട്ട് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം ടു ജസ്റ്റ് ഗെറ്റ് ദാറ്റ് തിങ് ഓഫ് എങ്ങനെയാണ്
കം അപ്പ് വിത്ത് ആ ഓൺ സ്പോട്ടിൽ ഉണ്ടാകും. ഇപ്പം നമുക്ക് അതുപോലെ മെലഡി ഉണ്ടാകാം, പക്ഷെ ലിറിക് അതുപോലെ ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കും. നമ്മൾ കുറച്ച് ടൈം എടുത്ത് അങ്ങനെ പോകുന്ന ഒരു പരിപാടിയാണല്ലോ. പിന്നെ വി കൊളാബറേറ്റ് വിത്ത് ഡിഫറെൻറ്റ് പീപ്പിൾ ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പം റാപ്പിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇത് പറയുമ്പോൾ റിതം ആൻഡ് പോയട്രി എന്നാണ് അതിൻ്റെ ഒരു സാധനം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് റിതം ആറ്റിറ്റ്യൂഡ് പോയട്രി എന്നാണ്. അപ്പൊ ആറ്റിറ്റ്യൂഡ് നമുക്ക് അത്ര ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ റാപ്പ് ഇപ്പം നോക്കട്ടെ. ഇപ്പൊ പഴയ അത്ര ഹൈപ്പില്ല. ഒരു 2-3 കൊല്ലം മുമ്പ് ഞാനും ഏതോ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ട് എനിക്ക് റാപ്പ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ്. അല്ലാതെ ഇപ്പം ഓക്കെ നമ്മളിപ്പം പുതിയൊരു അപ്പൊ സൈക്ലിക് പ്രാഞ്ചി എന്ന് പറഞ്ഞാൽ കുരുമുളക് കഴിഞ്ഞ് അടുത്തിറങ്ങാനുള്ള പാട്ട് അതാണ്. അത് കുറച്ചും കൂടി ഒരു ആക്റ്റാണ്, മോർ ദാൻ എ സോങ്, ഇറ്റ്സ് മോർ ഓഫ് എ തിയേട്രിക്സ്. അപ്പൊ അതിൽ കുറച്ചൊരു ആ ഒരു ആളും തരവും നോക്കി നല്ല വല വിരിച്ചിടും അങ്ങനെയൊക്കെ ഒരു വേറൊരു സ്റ്റൈലില് റാപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു കൈൻഡ് ഓഫ് എ സ്പോക്കൺ രീതിയിൽ ഒരു സാധനമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഹോപ്പ്ഫുള്ളി അത് ലൈവിൽ നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ്. നമ്മൾ ഫ്രം ദ വെരി ഫസ്റ്റ് ഷോ വി പ്ലേഡ്. ഇപ്പോൾ പാട്ട് നമ്മൾ 2 വർഷത്തിന് മേലെ ആയി. കൊറോണ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ പാട്ട് അടിക്കാൻ തുടങ്ങിയത്. അടിക്കുന്നതോടെ മുതൽ എല്ലാ ഷോയിലും അത് ഫസ്റ്റ് ടൈം അടിക്കുമ്പോൾ തന്നെ അത് ആൾക്കാർക്ക് കണക്ട് ആവുന്നുണ്ട്. So you start off all your songs in shows അല്ലേ? ആദ്യം ഷോസിലാണ് ലോഞ്ച് ചെയ്യാറ്? എല്ലാം ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇപ്പം ലൂപ്പ് എന്ന് പറഞ്ഞൊരു പാട്ടിറങ്ങി, പിന്നെ റെയിൻ സോങ് എന്ന് പറഞ്ഞൊരു പാട്ടിറങ്ങി, മാസ്ക് എന്ന് പറഞ്ഞൊരു പാട്ടിറങ്ങി. ഇത് മൂന്നും ആക്ച്വലി നമ്മൾ ലൈവിൽ പെർഫോം ചെയ്യുന്നില്ല, ബട്ട് വി പ്ലേ ബിഫോർ വി സ്റ്റാർട്ട് അവർ ഷോ. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് പീപ്പിൾ ക്യാൻ ഗെറ്റ് യൂസ് ടു അവർ സോങ് ആൻഡ് ദെൻ നമ്മുടെ ഷോ വരുന്ന പോലെ. അപ്പൊ അങ്ങനെ നമ്മൾ ഈ 3 പാട്ടുകൾ അങ്ങനെ ചെയ്തു. ഇപ്പൊ സൈക്ലിക് പ്രാഞ്ചി നമ്മൾ ലൈവ് അങ്ങനെ ഈ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ എൻ്റെ പഴയ ബാൻഡ് ലൈനപ്പിന്റെ കൂടെ ആയിരുന്നുണ്ട്. അപ്പം ആ പാട്ട് നമ്മൾ കമ്പോസ് ചെയ്തപ്പോഴേ നമ്മൾ ജാം റൂമിൽ നിന്നാണ് ആ പാട്ട് കമ്പോസ് ചെയ്യുന്നത്. ഇപ്പൊ ചില പാട്ടുകൾ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഇരുന്ന് കമ്പോസ് ചെയ്യും, എന്നിട്ട് അതിനെ നമ്മൾ ലൈവിലേക്ക് മാറ്റും. ഇത് ലൈവിൽ തന്നെ കമ്പോസ് ചെയ്തുകൊണ്ട് ഇറ്റ് വാസ് നൈസ്. ലൈക്ക് നമ്മൾ ഓരോ ഷോ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ട്വീക്കിങ് ചെയ്യുന്നു. ഇപ്പം ലൈനപ്പ് തന്നെ കംപ്ലീറ്റ്ലി മാറി. അപ്പം അത് വേറെ രീതിയിൽ നമ്മൾ അത് പിന്നെയും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ഇപ്പം ആ പാട്ട് സൈക്ലിക് ബ്രാഞ്ച് നമ്മൾ ലൈവിലാണ് അടിച്ച് നമ്മൾ പ്ലേ ചെയ്ത് തന്നെ ട്വീക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഏകദേശം അത് ട്വീക്ക് ചെയ്ത് നമുക്കൊരു ഐഡിയ കിട്ടിയത് ഏകദേശം നമ്മളത് ഓക്കെ ആയി എന്നുള്ള രീതിയിലാണ്. പിന്നെ യുവർ എക്സ്പോഷർ ടു മ്യൂസിക് ഇപ്പോൾ നമുക്ക് വേൾഡ് ഹാസ് ബിക്കം very small now. You get to listen to lot of artists and lot of new things and old things. So your exposure to music എങ്ങനെ എത്ര മാത്രം ആക്ച്വലി താങ്കളുടെ വർക്കിലേക്ക് എടുക്കുന്നുണ്ട്? ഡെഫിനറ്റ്ലി മാൻ. ലൈക്ക് ഭയങ്കര ഇപ്പോഴത്തെ പുതിയ പല ആർട്ടിസ്റ്റുകളും അവരുടെ പല രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുന്നതൊക്കെ വെച്ചിട്ടേ. അപ്പം നമുക്കും ഇപ്പം നമ്മുടെ ഈ പ്രാഞ്ചിയിലാണെങ്കിലും നമ്മൾ ഒരു പറയെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അത് നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കുക. അത് ലൈവിൽ പ്ലേ ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് അങ്ങനെ സ്റ്റുഡിയോയിൽ കയറിയപ്പോൾ നമ്മൾ ഒരു കഴിഞ്ഞപ്പം ഒരാഴ്ച മുമ്പായിരുന്നു അതിന്റെ റെക്കോർഡിംഗ് ഒക്കെ ചെയ്തത്. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പോൾ വി വാണ്ട് ടു അങ്ങനെ. പിന്നെ തകരയുടെ കേസിൽ നമുക്ക് അങ്ങനെ ഒരു ജോണർ ബേസ്ഡ് ബാൻഡ് ആവരുത് എന്നൊരിക്കലും വിചാരിക്കുന്ന ഒരാളാണ് എൻ്റെ ഒരു താല്പര്യം. പക്ഷേ ഇപ്പം സിനിമയിലെ പാട്ടുകൾ ചെയ്യുമ്പം സിനിമക്ക് ജോണർ അല്ലല്ലോ, സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. അതുപോലെ നമ്മുടെ ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ബാൻഡ് ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു. ഞാനിപ്പം നമ്മുടെ പുതിയ മ്യൂസീഷ്യൻസ് ഒക്കെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു ഫസ്റ്റ് മീറ്റിംഗിലെ ഫസ്റ്റ് പോയിന്റുകളിലൊന്ന് ഇതാണ്: ഡോണ്ട് ഗെറ്റ് സ്റ്റക്ക് ഇൻ ജോണേഴ്സ്. ലൈക്ക് ബി ഓപ്പൺ ടു എക്സ്പ്ലോറിങ് എവറിത്തിങ്. ലൈക്ക് ഇപ്പം നമ്മൾ ഒരു പാട്ടിന് ഈ ഒരു ജോണറാണ് വേണമെങ്കിൽ ഇപ്പോൾ അമ്മച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാട്ടുണ്ട്, അതിനൊരു ഇപ്പോൾ ഒരു എലോൺലിനെസ്, ഇപ്പോഴത്തെ നമ്മുടെ ഒരു സിറ്റുവേഷൻ ഓഫ് ഹൗ പാരൻസ് ആൻഡ് ഹൗ ദ കറന്റ് ജനറേഷൻ ട്രീറ്റ് ദെയർ പാരൻസ് എന്നുള്ളൊരു സീൻ വരുമ്പോൾ അതിൽ ലോൺലിനെസ്. അപ്പോൾ അതിനൊരു ആംബിയൻ അങ്ങനെ ഒരു സൗണ്ടിങ് ആയിരിക്കും നന്നാവുക. അതിലിപ്പം ഒരുത്തിയിലെ പാട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാട്ടാണെങ്കിലോ അതൊരു കുറച്ച് ഒരു പൊളിറ്റിക്കലി ഉള്ള ഫാസിസവും അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് പൊളിറ്റിക്കൽ സിനാരിയോസ്. അപ്പോൾ അതിന് ഒരു റോക്ക് വേണം, ഒരു ഹാർഡ് റോക്ക്, ആ ഒരു ഗിത്താറിലെ ഒരു റേജ് വരുന്ന പോലത്തെ ഒരു സാധനം വേണം. അപ്പം അങ്ങനത്തെ സാധനങ്ങൾ വേണം. അപ്പം അതുകൊണ്ട് അപ്പൊ പ്രാഞ്ചി എന്ന് പറഞ്ഞാൽ സൈക്കഡലിക് പ്രാഞ്ചി എന്നാണ് പുതിയ ഇറങ്ങാൻ പോകുന്ന പാട്ടിന്റെ പേര്. അപ്പൊ ആ പാട്ടിന് ആക്ച്വലി ആ ഒരു സൈക്കഡലിക് പരിപാടി ഉണ്ടാവണം. അപ്പം വെൻ യു ബ്ലെൻഡ് ദിസ്, ഈ ബ്ലെൻഡ് ചെയ്യുന്നിടത്താണല്ലോ നമ്മൾ നേരത്തെ ചോദിച്ച ഇതിന്റെ ബാക്കിയായിട്ട് കണ്ടിന്യൂറ്റി ആയിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ദർ ഇസ് ഒരു ഡിസ്റ്റർബൻസ് അല്ലേ? ലൈക്ക് യു ബ്ലെൻഡ് ടു ഡിഫറെന്റ് തിങ്സ്, ഓക്സിമോറോൺ പോലെ യു ബ്ലെൻഡ് ടു ഡിഫറെന്റ് തിങ്സ് ആൻഡ് ദർ വിൽ ബി ഒരു കയോസ്. ആ ഒരു കയോസിന്റെ ആ മൊമെന്റിൽ ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ മേക്കർ, ആസ് എ മ്യൂസീഷ്യൻ, ഹൗ ഡു യു ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയും എല്ലാം ഉള്ളതുകൊണ്ട് യു ഗെറ്റ് ടു എക്സ്പോസ് ടു ലോട്ട് ഓഫ് സൈബർ അബ്യൂസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരാമല്ലോ? നമുക്ക് അത്രയും പ്രശ്നം ഇപ്പം നമുക്ക് നമ്മുടെ തകരയുടെ കേസിൽ ഇപ്പം റൺ ബേബി റൺ എന്ന് പറഞ്ഞ ഒരുത്തി എന്ന് പറഞ്ഞ മൂവിയിൽ ചെയ്ത പാട്ടിനാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുള്ളത്.
അത് അന്നേരത്തെ ഒരു 2-3 ദിവസമൊക്കെ നമുക്കൊരു പ്രഷർ ഇതുണ്ടാവും. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇറ്റ് ഷുഡ് ബി ഫൈൻ. അങ്ങനെ പിന്നെ നമുക്ക് അത്രയും നെഗറ്റീവ് ആ ലെവലിൽ നെഗറ്റിവിറ്റി ഒന്നും വന്നിട്ടില്ല. ഇപ്പം ചില ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പം കിട്ടുന്ന വെച്ച് നോക്കുമ്പോൾ അന്നേരം ഞാനും ഇങ്ങനെ ആലോചിക്കും, ദൈവം ഇവരൊക്കെ എങ്ങനെയായിരിക്കും അതിന് അവരുടെ പ്രോസസ്സ് എന്തായിരിക്കും, ഹൗ ഡു ദേ എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കും. അപ്പം പാട്ടിലും പറയത്തില്ലേ, നമ്മൾ സോങ് ചെയ്യുന്നിടത്തോളാണ് സോങ് ഈസ് യുവേഴ്സ്. വൺസ് ഇറ്റ്സ് ഔട്ട് ഇറ്റ്സ് നോ മോർ യുവേഴ്സ്, ഇറ്റ്സ് പീപ്പിൾസ്. സോ കുറെ എന്തെങ്കിലും നല്ല പോയിന്റുകൾ ഉണ്ട് എടുക്കാൻ ശ്രമിക്കും. അതല്ല ഈ ചെവിയിലൂട്ടൊക്കെ കേട്ട് ആ ചെവിയിലൂട്ട വിടുക അത്ര എഫക്റ്റ് ഇല്ല. ഞാൻ കംപ്ലീറ്റ്ലി അതിൻ്റെ അകത്ത് ഇതൊന്നും അല്ല കേട്ടോ. പക്ഷെ ചിലതൊക്കെ എഫക്ട് ചെയ്യാറുണ്ട്. പക്ഷെ വിത്ത് ടൈം ഇറ്റ് ഷുഡ് ബി ഫൈൻ. അത് നമ്മൾ 2 ദിവസമൊക്കെ കുറച്ച് ഷോക്കായിട്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത പാട്ടുണ്ടാക്കാന്ന് പറഞ്ഞ രീതിയിൽ പോകും. Can you sing for us? Oh yeah, please, definitely. കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിക്കും മനുഷ്യ, ഒറ്റപ്പെട്ട് ജീവിക്കും മനുഷ്യ. നീ ഒറ്റക്കെരിയുന്നൊരു കനലാണോ, നീ ഹൃദയമിടിപ്പുള്ളൊരന്ത്രമാണോ, ഓടിക്കൊണ്ടിരിക്കുന്ന പൊന്നുമോനെ, ഓടിക്കൊണ്ടിരിക്കുന്ന പൊന്നുമോനെ. നീ ഒറ്റക്കെരിയുന്നൊരു കനലാണോ, നീ ഹൃദയമിടിപ്പുള്ളൊരന്ത്രമാണോ. ഇങ്ങനെ നേരിട്ട് കേൾക്കാൻ പറ്റിയല്ലോ. ഓക്കെ, തകര ബാൻഡിന്റെ പാട്ടുകളിൽ പ്രവാസി കേൾക്കുമ്പോൾ ശരിക്കും കേൾക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ മറ്റേ മെഡിറ്റേറ്റീവ് ഫീൽ പോലത്തെ വേറൊരു ട്രാൻസ് ഫീൽ ഉണ്ട്, ഒരു ഇമോഷണലി കണക്റ്റ് ആവുന്നത്. പുറത്തുള്ള അച്ഛനാണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് ജോലിക്ക് പോയിട്ടുള്ള ആളുകളും പ്രവാസികളായ ആളുകളും വീട്ടിൽ കാത്തിരിക്കുന്ന ആളുകളും, അങ്ങനെ ഒരുപാട് പെർസ്പെക്റ്റീവ്. ഈ സ്റ്റോറിയുടെ ഈ സോങ്ങിൻ്റെ ബിഹൈൻഡിൽ സ്റ്റോറി എന്താ? അത് ഈ പാട്ടിന്റെ ഐഡിയ, അത് പ്രവാസി എന്ന് പറഞ്ഞൊരു സാധനത്തിൽ നമ്മൾ ഈ ആഴ്ത്ത ഈ പൊടിവെണ്ണ പുട്ട് ജീവിക്കുകയൊക്കെ കഴിഞ്ഞ് നമുക്ക് പ്രവാസി എന്ന് പറഞ്ഞൊരു സാധനത്തിൽ നമുക്ക് ചെയ്യണം എന്നുള്ള ഐഡിയ തരുന്നത് AK എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സുഹൃത്താണ്. അത് കഴിഞ്ഞ് ആദ്യത്തെ ഒരു സ്റ്റാൻസ AKയും ജോസഫ് വിജീഷ് എന്ന് പറഞ്ഞ ഫ്രണ്ടും കൂടെ നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റാൻസ് എഴുതി. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 കൊല്ലം ആ പാട്ട് ഇങ്ങനെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞാണ് മോജോയിൽ നമ്മുടെ കൂടെ അന്നേരത്തെ പെർഫോം ചെയ്ത മ്യൂസീഷ്യൻസ് അശ്വിൻനാഥും ശ്രീകാന്ത് ബാസി. അപ്പൊ അവരുമായിട്ട് പിന്നെ നമ്മൾ കുട്ടിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്കൊരു സ്പേസ് ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ മോജോന്റെ പ്രിപ്പറേഷൻ അതിന്റെ ഇതൊക്കെ ആയിട്ട് പ്രാക്ടീസിനും പരിപാടിയൊക്കെ ആയിട്ട് പാട്ടുകളുടെ ഒക്കെ ഒരു ഐഡിയ ഉണ്ടാവുന്ന അവിടെ വെച്ചിട്ട്. അപ്പൊ അവിടുത്തെ ഒരു ജാമിൽ നിന്നാണ് മ്യൂസിക്കലി അത് ബ്രേക്ക് ആവുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അബ്രു മനോജ് വന്നിട്ടാണ് ആ പാട്ട് സെക്കൻഡ് ഹാഫ് ഓഫ് ദ സോങ്ങും പിന്നെ കുറച്ച് ട്വീക്കിംഗ് പരിപാടിയൊക്കെ നടന്നിട്ടാണ് ഇപ്പോൾ ഉള്ള ഒരു സ്പേസിലേക്ക് ആ പാട്ട്. അബ്രു ആണോ ഇപ്പം ലിറിക്സ് ഒക്കെ എഴുതുന്നത്? പുതിയ പാട്ടുകളുടെ എല്ലാം അബ്രു ആയിട്ടാണ് നമ്മൾ. ഈസ് ജെന്യൂൻ സോൾ. ലൈക്ക് നമ്മളെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ആളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് പാട്ട് എഴുതുന്നത് നമ്മുടെ പാട്ടാണ്. പ്രവാസിയാണ് ആൾ ആദ്യമായിട്ട് എഴുതുന്ന ഒരു പാട്ട്. അപ്പം ഇറ്റ്സ് എ നൈസ് തിങ്. ലൈക്ക് ഇപ്പം നമ്മളും എനിക്ക് തോന്നുന്ന ഒരു 12 ഓൾമോസ്റ്റ് 2012 മുതലേ ആൾക്കറിയാം. നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഒരു 2014 മുതൽ വി ആർ ഫ്രണ്ട്സ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 ഇയേഴ്സിനടുത്തായി. അപ്പോൾ ഇറ്റ്സ് എ നൈസ് തിങ്. ലൈക്ക് ഒരു ഗുഡ് ഫ്രണ്ട്. ആൻഡ് ഐ ഓൾസോ ഒരു മെന്റർ എന്ന് വിളിച്ചാലും തെറ്റില്ല. ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്തേ? ഇറ്റ് വാസ് നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മള് ഇത് രസമുള്ളൊരു സംഭവം. ഞാൻ 2014 എന്തോ ആണ് നമ്മളപ്പം ജീവിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂതറ എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ടിറങ്ങി. അപ്പം ആ പാട്ടിറങ്ങാൻ വേണ്ടി നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സിന്റെ മേലെ വെയിറ്റ് ചെയ്തു. അപ്പം 2 പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം പൊടിമണ്ണ പുട്ടുപാട്ട് പിന്നെ കോരൻസാന്ന് അതിൻ്റെ അടുത്ത് ഇറക്കി. അത് കഴിഞ്ഞിട്ട് ഈ പടം ഇറങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ പടത്തിൽ വരുന്ന റീച്ച് ലാലേട്ടനൊക്കെ ഉണ്ട്. പക്ഷെ പടം വിചാരിച്ച പോലെ വർക്കായില്ല. അപ്പം പാട്ടിനും അതിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇപ്പം അന്ന് വിചാരിച്ച പോലെ ഒന്നും എത്തിയില്ല. അപ്പം പടം ഹിറ്റാകുമ്പോഴാണല്ലോ പാട്ടും കൂടെ വരിക. പിന്നെ പക്ഷെ ആ പാട്ട് എന്തോ ആ പാട്ടിനൊരു സോളിലുണ്ട്. അത് വിത്ത് ടൈം അത് ഇപ്പം എല്ലാം റീച്ച് ഉണ്ട്. ഇപ്പം നമ്മുടെ ഇപ്പം പോടി വെണ്ണയും പുട്ടുപാട്ടും പ്രവാസിയൊക്കെ ആൾക്കാർ പാടുന്നു. നമ്മുടെ ലൈവ് ഷോ തുടങ്ങുന്ന ജീവിക്ക് വെച്ചിട്ടാണ്. അപ്പം ആ പാട്ട് പിന്നെ ഇറ്റ്
ടുക്ക് ഓഫ്. അത് വിത്ത് ടൈം ആ പാട്ട് അത് റീച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ജീവിക്കുവിൻ്റെ കേസിൽ അപ്പം ഈ പാട്ടിറങ്ങി, അപ്പം ഇത് നമുക്ക് വിചാരിച്ച റീച്ചും കിട്ടിയില്ല. അപ്പം നമ്മളും ഫൈനാൻഷ്യലി ഒക്കെ അന്നേരം ഈ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള കാലഘട്ടമാണ് 2014. അപ്പം ഞാൻ അന്നേരം എന്തോ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, മറ്റേ എൻ്റെ ഈ കോളേജിൽ നിന്ന് എൻ്റെ ഞാൻ പഠിച്ചത് ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് എന്ന് പറഞ്ഞ കോഴ്സാണ് കോയമ്പത്തൂർ. അപ്പം കോളേജിൽ നിന്ന് ഞാൻ രണ്ട് കാര്യമേ എടുക്കുന്നുള്ളൂ. അതായത് ഒന്ന് AK എന്ന് പറഞ്ഞ സുഹൃത്തിനെ കിട്ടി, എൻ്റെ സീനിയർ ആയിരുന്നു. രണ്ടാമത് ഞാൻ അവിടുത്തെ ഹാൻഡ് റൈറ്റിംഗ്, അവിടെ നമ്മൾ ആദ്യത്തെ ഒരു 6 മാസം നമ്മൾ, അതായത് LKG UKG പഠിപ്പിക്കുന്ന പോലെ ABCD 1 2 3 എഴുതലായിരുന്നു കോളേജിലെ ഫസ്റ്റ് 6 months ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എഞ്ചിനീയറിംഗ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, ഒരു 60 ഡിഗ്രിയോ 75 ഡിഗ്രിയോ ഇങ്ങനെ ചെരിച്ചിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്യാവശ്യം വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ അന്നേരം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കോളേജുകാരുടെ എന്തെങ്കിലും മറ്റേ എന്താ പ്രൊജക്റ്റോ അങ്ങനത്തെ അസൈൻമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, പിന്നെ ഞാൻ കുട്ടികളുമായിട്ട് അത്യാവശ്യം നമ്മൾ സെറ്റാണ്, അപ്പം ആരുടെയും ബേബി സിറ്റിംഗ് പരിപാടി ഉണ്ടെങ്കിലും വിളിക്കണം എന്നൊക്കെ എന്തോ പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ അടിയിലാണ് ഹലോ മിസ്റ്റർ പുട്ടുമാൻ, ഐ വുഡ് ലൈക്ക് ടു മീറ്റ് യു എന്ന് പറഞ്ഞിട്ട് അബ്രു ആദ്യം മെസ്സേജ് അയക്കുന്നത്. അതിന് മുമ്പ് 1-2 തവണയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന് മീറ്റ് ചെയ്ത് എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് പഴംപൊരി ചായയൊക്കെ വാങ്ങി തന്ന് നമ്മൾ കുറേ വർത്തനൊക്കെ ഭയങ്കര ഒരു ജെന്യൂൻ സോളാണ്. അപ്പം നമ്മളും ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമ്പം ഹി ഗിവ്സ് യു ലോഡ് ഓഫ് എനർജി ആൻഡ് ആൾ ഭയങ്കര രസമുള്ളതാണ്, ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാൻ രസമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം വൈകുന്നേരം മീറ്റ് ചെയ്ത്, പിന്നെ 2ാമത്തെ ദിവസമായി 3ാമത്തെ ദിവസമായി, പിന്നെ നമ്മൾ ഡെയിലി മീറ്റ് ചെയ്യാൻ തുടങ്ങി. വൈകുന്നേരം ഒരു 7 മണി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ, അന്നേരം നമ്മളവിടെ തൈക്കുടം ബ്രിഡ്ജ് ആ സൈഡിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഒരു പള്ളിയുടെ ഒക്കെ സൈഡിലൊരു ചാപ്പലിന് അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ വർത്തമാനം പറയുകയും ക്യാച്ചപ്പ് ചെയ്യുന്നത്. അതിങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെയാണ് നമുക്കൊരു ബേസിക്. ഇപ്പം എൻ്റെ ബാൻഡിലെ ഇപ്പോഴുള്ള മ്യൂസീഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവർ ബാൻഡ് സീനിൽ വളർന്നു വന്ന ആൾക്കാരാണ്. പക്ഷെ അവർ ബാൻഡിൻ്റെ ഹിസ്റ്ററി, പിങ്ക് ഫ്ലോയിഡ്, മെറ്റാലിക്ക, അങ്ങനെ അവരും ഇതൊക്കെ കേട്ട് വന്ന മ്യൂസീഷ്യൻസാണ്. എനിക്ക് അറിയാവുന്ന അന്ധകാലം, ഞാൻ ബാൻഡ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് അറിയുന്ന 2 ബാൻഡ്, ലിങ്കൻ പാർക്ക് അറിയാം, ഗോൾഡ് പ്ലേ അറിയാം. അല്ലാതെ എനിക്കൊരു ബാൻഡിനെ കുറിച്ചിട്ടും അങ്ങനെ ഒരു ബാൻഡ് സ്പേസ് എന്ന് വന്ന ആളല്ല. അപ്പം ഞാൻ തകര ഉണ്ടായിക്കഴിഞ്ഞ് തകരയുടെ 2 പാട്ടൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ബാൻഡ് മ്യൂസിക് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ശരിക്കും തുടങ്ങിയത്. അപ്പം അബ്രു വാസ് ദ വൺ ഹൂ ഗേവ് മീ ലൈക്ക് ദ വെരി ബേസിക്സ്, ലൈക്ക് നമ്മുടെ ഇന്ത്യയുടെ കൾച്ചർ മുതൽ ഇപ്പോൾ 13AD, കൊൽക്കത്തയിൽ നിന്ന് ശിവ, റോക്ക് മെഷീൻ മുംബൈ, ഇതായിരുന്നു ഫസ്റ്റ് ബാൻഡുകൾ. അത് കഴിഞ്ഞ് മദർ ജെയിൻ അവിയലൊക്കെ പാട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ ഹിസ്റ്ററി, ഇവരുടെ പഴയ കഥകൾ, ഇവർ ഷോ ചെയ്ത കാര്യങ്ങൾ, ഇങ്ങനെ ഒരു ബാൻഡ് ഫനാറ്റിക്കാണ്. എവിടെ ഷോ നടന്നു കഴിഞ്ഞാലും അവിടെയൊക്കെ പോയി കണ്ട പഴയ കഥകളൊക്കെ പറയുക, അന്ന് അവരവിടെ പ്ലേ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് ഇത് ആ ബാൻഡിൻ്റെ സാധനവും കൾച്ചറും കാര്യങ്ങളൊക്കെ മച്ചാൻ വഴിയാണ് ഞാൻ കുറെ കൂടെ എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് തന്നെ വേണേൽ പറയാം. ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ആക്ച്വലി കോൺട്രിബ്യൂട്ടഡ് എ ലോട്ട് ടു ദാറ്റ്. ഓ യാ ഡെഫിനറ്റ്ലി. ഇപ്പോൾ ആളും ഫസ്റ്റ് എഴുതുന്ന പാട്ട് എനിക്കൊന്ന് പ്രവാസിയാണ്. അപ്പോൾ നമ്മുടെ ഇങ്ങനെ സംസാരിച്ച് നമ്മൾ ആ ഒരു ഓൾമോസ്റ്റ് ഒരു 85-90% നമ്മൾ സിങ്കാണ് ഒരുവിധം കാര്യങ്ങളെല്ലാം. അപ്പം ഇറ്റ്സ് നൈസ് ഓൾസോ. ഇപ്പം ഞാനൊരു ഐഡിയ പിച്ച് ചെയ്യുമ്പം അത് ഇൻറ്റു 10 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് തരുന്നത്. പിന്നെ വൈ നോട്ട് ലെറ്റ് ഹിം ടേക്ക് കെയർ ഓഫ് ദ ഹോൾ ലിറിക് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ കോൺസെപ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള പോലെ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ നമ്മൾ ഉള്ള ഒരു ഇക്വേഷൻ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സോങ് ലോഞ്ച്. താങ്ക് യു ഫ്രം മലബാർ ജേർണൽ. താങ്ക് യു.